everyone, welcome back to my channel. ഞാൻ ശ്രുതി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചിട്ടാണ്. ഇതിനെ നമുക്ക് പ്രസന്റ് പ്രോഗ്രസീവ് ടെൻസ് എന്നും പറയാം. പേരിൽ കൺഫ്യൂഷൻ വേണ്ട. ഈ പേരിൽ കാണുന്ന പോലെ തന്നെ തുടർച്ചയായ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയ കാര്യങ്ങളാണ് ഈ ടെൻസിൽ പറയുന്നത്. അപ്പൊ ഇത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഓർത്ത് വെക്കാനുണ്ട്. അത് ആദ്യം പറയാം. ആദ്യത്തെ കാര്യം, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഈസ്, ആം, ആർ ഇത്രയാണ്. ഇനി ഇത് ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടെയാണ് വെക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഐയുടെ കൂടെ എപ്പോഴും ആം ആണ് വെക്കേണ്ടത്, ഐ ആം. അതുപോലെ യു, വി, ദേ ഇതിന്റെയൊക്കെ കൂടെ നമ്മൾ ആറാണ് വെക്കേണ്ടത്, യു ആർ, വി ആർ, ദേ ആർ. അതുപോലെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ കാര്യം പറയുമ്പോഴും നമ്മൾ ആർ വെച്ചിട്ടാണ് പറയുന്നത്. ഹി, ഷീ, ഇറ്റ് ഇതിന്റെ കൂടെ ആണെങ്കിൽ ഈസ് ആണ് വെക്കേണ്ടത്. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഒരു സെന്റൻസ് എങ്ങനെയാണ് പറയുന്നതെന്ന് കൂടെ നോക്കാം. ആദ്യം തന്നെ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, അതിന്റെ കൂടെ ഓക്സിലറി വെർബ് അതായത് ഈസ്, ആം, ആർ ഇതിലേതെങ്കിലും വെക്കും. അതിനുശേഷം വെർബിന്റെ കൂടെ നമ്മൾ ING ചേർക്കും. ഇത്രയും ഓർത്ത് വെക്കുക. ഇനി എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. ഇപ്പൊ ഈ സംസാരിക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു കാര്യം അത് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ എം ടീച്ചിങ്, ഞാൻ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുകയാണ്. ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. ഇവിടെ ഐയുടെ കൂടെ നമ്മൾ വെച്ചിട്ടുള്ളത് ആം ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ടീച്ച് എന്ന് പറയുന്ന വേർബിന്റെ കൂടെ നമ്മൾ ING ചേർത്തിട്ടുണ്ട്. ടീച്ച് എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക. ഐ ആം ടീച്ചിങ്, ഞാൻ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ യു ആർ ലിസണിങ്, നിങ്ങൾ കേൾക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നു. ഇവിടെ നമ്മൾ യുവിന്റെ കൂടെ വെക്കേണ്ട ഓക്സിലറി വെർബ് ആറാണ്. അതുപോലെ തന്നെ ലിസൺ എന്ന് പറയുന്ന വേർബിന്റെ കൂടെ നമ്മൾ ING വെച്ചിട്ടുണ്ട്. യു ആർ ലിസണിങ്, നിങ്ങൾ കേൾക്കുന്നു അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നു. അതുപോലെ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കുറച്ച് സമയത്തേക്ക് മാത്രം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയുക. സിമ്പിൾ പ്രസന്റ് ടെൻസ് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ നമ്മൾ പെർമനന്റ് സിറ്റുവേഷൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ വരുമ്പോൾ അവിടെ നമ്മൾ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാം. ഐ വർക്ക് ആസ് എ ടീച്ചർ, ഞാനൊരു അധ്യാപകനായി ജോലി ചെയ്യുന്നു. ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. ഇവിടെ നമ്മൾ പ്രൊഫഷനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഇത് നമ്മൾ ദിവസവും ചെയ്യുന്ന ഒരു ജോലിയാണ്, സ്ഥിരമായിട്ടുള്ള ജോലിയാണ്. ഇനി ഐ ആം വർക്കിംഗ് ആസ് എ ടീച്ചർ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നിലവിൽ ഞാൻ ചില സ്ഥലത്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ അത് എന്റെ സ്ഥിരമായിട്ടുള്ള ജോലിയല്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയുന്നത്. ഐ ആം വർക്കിംഗ് ആസ് എ ടീച്ചർ. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് പോസിറ്റീവ് സെന്റൻസുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതുപോലെ നെഗറ്റീവ് സെന്റൻസുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ചോദ്യങ്ങൾ എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ വർക്ക് എന്ന് പറയുന്ന ഒരു വെർബ് വെച്ചിട്ടാണ് എല്ലാ എക്സാമ്പിളും പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഐയുടെ കൂടെ ആം ആണ് വെക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ കൂടെ ING വെക്കണം. ഇവിടെ നമ്മൾ വർക്കിന്റെ കൂടെ ING വെച്ച് വർക്കിംഗ് ആയി. ഐ ആം വർക്കിംഗ്, ഞാൻ ജോലി ചെയ്യുന്നു. യു, ദേ, വി ഇതിന്റെ കൂടെ നമ്മൾ ആറാണ് വെക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ കൂടെ ING വെക്കുക. യു ആർ വർക്കിംഗ്, നിങ്ങൾ ജോലി ചെയ്യുന്നു. ദേ ആർ വർക്കിംഗ്, അവർ ജോലി ചെയ്യുന്നു. വി ആർ വർക്കിംഗ്, ഞങ്ങൾ ജോലി ചെയ്യുന്നു. ഹി, ഷീ, ഇറ്റ് ഇതിന്റെ കൂടെ നമ്മൾ ഈസ് ആണ് വെക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ കൂടെ ING വെക്കുക. ഹി ഈസ് വർക്കിംഗ്, അവൻ ജോലി ചെയ്യുന്നു. ഷീ ഈസ് വർക്കിംഗ്, അവൾ ജോലി ചെയ്യുന്നു. ഇറ്റ് ഈസ് വർക്കിംഗ്, അത് പ്രവർത്തിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ കാര്യമോ അല്ലെങ്കിൽ ടിവിയുടെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് പറയാം ഇറ്റ് ഈസ് വർക്കിംഗ്, അത് പ്രവർത്തിക്കുന്നു. ഇനി നമുക്ക് നെഗറ്റീവ് സെന്റൻസ് നോക്കാം. ഇവിടെ ഐയുടെ കൂടെ നമ്മൾ ആം വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നോട്ട് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് വെർബിന്റെ കൂടെ ING വെക്കുക. ആം നോട്ട് വർക്കിംഗ്, ഞാൻ ജോലി ചെയ്യുന്നില്ല. ഇനി യു, ദേ, വി ഇതിന്റെ കൂടെ നമ്മൾ ആറാണ് വെക്കേണ്ടത്. അതിനുശേഷം ഒരു നോട്ട് വെക്കുക. അത് കഴിഞ്ഞ് വെർബിന്റെ കൂടെ ING വെക്കുക. യു ആർ നോട്ട് വർക്കിംഗ്, നിങ്ങൾ ജോലി ചെയ്യുന്നില്ല. ദേ ആർ നോട്ട് വർക്കിംഗ്, അവർ ജോലി ചെയ്യുന്നില്ല. വി ആർ നോട്ട് വർക്കിംഗ്, ഞങ്ങൾ ജോലി ചെയ്യുന്നില്ല. ഹി, ഷീ, ഇറ്റ് ഇതിന്റെ കൂടെ നമ്മൾ ഈസ് ആണ് വെക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് വെക്കുക. വെർബിന്റെ കൂടെ ING വെക്കുക. ഹി ഈസ് നോട്ട് വർക്കിംഗ്, അവൻ ജോലി ചെയ്യുന്നില്ല. ഷീ ഈസ് നോട്ട് വർക്കിംഗ്, അവൾ ജോലി ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ്, അത് പ്രവർത്തിക്കുന്നില്ല. ഇനി നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം.
ഐയുടെ കൂടെ ആം ആണ് വെക്കാന്ന് പറഞ്ഞു. ഈ ആമിനെ എടുത്ത് ആദ്യം കൊണ്ടുവരിക, അതിനുശേഷം ഐ വെക്കുക, പിന്നെ വേർബിന്റെ കൂടെ ING വെച്ച് പറയാം. ആം ഐ വർക്കിംഗ്. ഇനി യു ദേ വി, ഇതിന്റെ കൂടെ നമ്മൾ ആറാണ് വെച്ചത്. ഈ ആറിനെ ആദ്യം കൊണ്ടുവരിക, അത് കഴിഞ്ഞതിന് ശേഷം യു ദേ വി ഇത് വെക്കുക, അതിനുശേഷം വേർബിന്റെ കൂടെ ING വെച്ച് പറയാം. ആർ യു വർക്കിംഗ്? നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ? ആർ ദേ വർക്കിംഗ്? അവർ ജോലി ചെയ്യുന്നുണ്ടോ? ആർ വി വർക്കിംഗ്? ഹി ഷീ ഇറ്റ്, ഇതിന്റെ കൂടെ നമ്മൾ ഈസ് ആണ് വെക്കാന്ന് പറഞ്ഞു. ഈ ഈസിനെ ആദ്യം കൊണ്ടുവരിക, അതിനുശേഷം ഹി ഷീ ഇറ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം വേർബിന്റെ കൂടെ ING വെച്ചിട്ട് പറയാം. ഈസ് ഹി വർക്കിംഗ്? അവൻ ജോലി ചെയ്യുന്നുണ്ടോ? ഈസ് ഷീ വർക്കിംഗ്? അവൾ ജോലി ചെയ്യുന്നുണ്ടോ? ഈസ് ഇറ്റ് വർക്കിംഗ്? അത് പ്രവർത്തിക്കുന്നുണ്ടോ? ഇനി ഇവിടെ കൺട്രാക്ഷൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഐ ആം, ഇതിന് ആം എന്ന് പറഞ്ഞാൽ മതി. യു ആർ, യു ആർ. വി ആർ, വി ആർ. ദേ ആർ, ദേ ആർ. ഹി ഈസ്, ഹീസ്. ഷീ ഈസ്, ഷീസ്. ഇറ്റ് ഈസ്, ഇറ്റ്സ്. ഐ എം വർക്കിംഗ്, യു ആർ വർക്കിംഗ്, വി ആർ വർക്കിംഗ്, ഹീസ് വർക്കിംഗ്, ഷീസ് വർക്കിംഗ്, ഇറ്റ്സ് വർക്കിംഗ്. ഇതുപോലെ പറയാം. ഇനി നെഗറ്റീവ് സെന്റൻസിൽ നമുക്ക് എങ്ങനെ പറയാം? ഐ ആം നോട്ട്, ഇതിന് നമുക്ക് ആം നോട്ട് ഇങ്ങനെ പറയാം. യു ആർ നോട്ട്, ഇത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. യു ആർ നോട്ട് അല്ലെങ്കിൽ യു ആർ ഇറ്റ്. വി ആർ നോട്ട്, ഇതും രണ്ട് രീതിയിൽ പറയാം. വി ആർ നോട്ട് അല്ലെങ്കിൽ വി ആർ ഇറ്റ്. ദേ ആർ നോട്ട്, ഇതും അതുപോലെ തന്നെ ദേ ആർ നോട്ട് അല്ലെങ്കിൽ ദേ ആർ ഇറ്റ്. ഹി ഈസ് നോട്ട്, ഇതും രണ്ട് രീതിയിൽ പറയാം. ഹീസ് നോട്ട് അല്ലെങ്കിൽ ഹി ഈസിന്റ്. ഷീ ഈസ് നോട്ട്, ഷീ ഈസ് നോട്ട് അല്ലെങ്കിൽ ഷീ ഈസിന്റ്. ഇറ്റ് ഈസ് നോട്ട്, ഇറ്റ്സ് നോട്ട് അല്ലെങ്കിൽ ഇറ്റ് ഈസിന്റ്. ഇവിടെ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കാനുണ്ട്. അധികം വേർബിന്റെ കൂടെ നമ്മൾ ING ചേർക്കുകയാണ് ചെയ്തത്. അതായത് വാക്കിന്റെ കൂടെ നമ്മൾ ING ചേർത്ത് വാക്കിംഗ്, ടോക്കിന്റെ കൂടെ ING ചേർത്ത് ടോക്കിംഗ്, സ്പീക്കിന്റെ കൂടെ ING ചേർത്തു സ്പീക്കിംഗ്. ഇതുപോലെയാണ് പറഞ്ഞത്. ഇനി ചില വേർബുകൾ ഇയിൽ അവസാനിക്കുന്നതുണ്ട്, അവിടെ നമ്മൾ ഇ കളഞ്ഞിട്ട് വേണം ING വെക്കാൻ. എക്സാമ്പിൾ നോക്കാം. ലിവ്, ഇവിടെ ഇയിലാണ് അവസാനിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഇ കളഞ്ഞിട്ട് ലിവിങ് ഇങ്ങനെ പറഞ്ഞു. ഗിവ്, ഇവിടെയും ഇയിലാണ് അവസാനിക്കുന്നത്, ഇ കളഞ്ഞിട്ട് ഗിവിങ് ഇങ്ങനെയാണ് പറയേണ്ടത്. യൂസ്, ഇവിടെ ഇ കളഞ്ഞിട്ട് ING കൊടുത്തു യൂസിങ്. ഇനി IE അവസാനിക്കുന്ന വേർബുകളാണെങ്കിൽ അവിടെ നമ്മൾ IE കളഞ്ഞിട്ട് Y ചേർക്കണം. എക്സാമ്പിൾ നോക്കാം. ലൈ, ഇവിടെ IE കളഞ്ഞിട്ട് നമ്മൾ Y വെച്ചു, ലൈ. ടൈ, IE കളഞ്ഞിട്ട് Y വെച്ചു, ടൈ. ഇങ്ങനെയാണ് പറയേണ്ടത്. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ സ്റ്റേറ്റീവ് വെർബ്സ് യൂസ് ചെയ്യാറില്ല. സ്റ്റേറ്റീവ് വെർബ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ രണ്ട് തരം വേർബ് ഉണ്ട്. ആക്ഷൻ വേർബ്, അതുപോലെ സ്റ്റേറ്റീവ് വേർബ്. ആക്ഷൻ വെർബ് എന്ന് വെച്ചാൽ നമുക്ക് ഫിസിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഓടുക, ചാടുക, കളിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആക്ഷൻ വെർബിൽ വരുന്നത്. ഇനി സ്റ്റേറ്റീവ് വെർബ് എന്ന് പറയുന്നത് ഒരു അവസ്ഥയെ കുറിച്ച് പറയുന്നതാണ്. അതായത് നമ്മുടെ മെന്റൽ സ്റ്റേറ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റേറ്റിനെ കുറിച്ചിട്ടോ ഒക്കെ പറയുന്നതാണ്. അതായത് ഇപ്പൊ മനസ്സിലാക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കുക, ആലോചിക്കുക, ഇഷ്ടപ്പെടുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫിസിക്കലി ചെയ്യുന്നതല്ല. അപ്പൊ അതിനെയാണ് സ്റ്റേറ്റീവ് വെർബ്സ് എന്ന് പറയുന്നത്. ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ പറഞ്ഞത് ഈസ്, ആം, ആർ കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ കൂടെ ING വെക്കാനാണ്. അപ്പൊ ഇങ്ങനത്തെ സ്റ്റേറ്റീവ് വെർബിന്റെ കൂടെ നമുക്ക് ഇവിടെ ING വെക്കാൻ പറ്റില്ല. തിങ്ക്, അണ്ടർസ്റ്റാൻഡ്, ബിലീവ്, ലൈക്ക്, സീം, നീഡ്, ഇതൊക്കെ സ്റ്റേറ്റീവ് വെർബ്സ് ആണ്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇംഗ്ലീഷ്, ഇത് തെറ്റാണ്. ഇവിടെ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റീവ് വെർബ് ആണ്. ഐ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ഇങ്ങനെ പറഞ്ഞാൽ മതി. വി ആർ ലൈക്കിംഗ് ദിസ് ഷോ, ഇതും തെറ്റാണ്. ഇവിടെ ലൈക്കിംഗ് എന്ന് പറയണ്ട, ലൈക്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റീവ് വെർബ് ആണ്. വി ലൈക്ക് ദിസ് ഷോ ഇങ്ങനെ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ പൊസഷനെ കുറിച്ച് പറയുന്ന സമയത്ത്, അതായത് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്തും ഈ ഒരു മിസ്റ്റേക്ക് വരാറുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. ദേ ആർ ഹാവിംഗ് എ കാർ, ഇവിടെയും ഹാവിന്റെ കൂടെ ING വെച്ച് പറയില്ല, ദേ ഹാവ് എ കാർ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എവിടേക്കാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പൊ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് റൈറ്റ് നൗ, ഇപ്പൊ നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയാ. എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് സ്ലീപ്പിംഗ്,
അവൾ ഉറങ്ങുകയാണ്. ഇപ്പൊ നടക്കുന്ന കാര്യമാണ്. ഇവിടെ ഷീയുടെ കൂടെ എന്താ വെക്കേണ്ടത്? ഈസ്. ഷീ ഈസ് സ്ലീപ്പിംഗ്. സ്ലീപ്പിന്റെ കൂടെ ing വെച്ചിട്ടുണ്ട്. ഷീ ഈസ് സ്ലീപ്പിംഗ്. അവൾ ഉറങ്ങുകയാണ്. ഹി ഈസ് വാച്ചിങ് എ ഫിലിം. അവൻ ഒരു സിനിമ കാണുന്നു. ഇവിടെ ഹി എന്ന് പറയുന്നതാണ് സബ്ജക്ട്. അതിന്റെ കൂടെ നമ്മൾ വെക്കേണ്ട ഓക്സിലറി വെർബ് ഈസ് ആണ്. അതുപോലെ തന്നെ വാച്ച് എന്ന് പറയുന്ന വെർബിന്റെ കൂടെ ing വെച്ചിട്ടുണ്ട്. ഹി ഈസ് വാച്ചിങ് എ ഫിലിം. അവൻ ഒരു സിനിമ കാണുന്നു. ഇതും ഇപ്പൊ നടക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. പുറത്ത് മഴ പെയ്യുന്നു. ഇതും ഇപ്പൊ നടക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റിന്റെ കൂടെ നമ്മൾ വെക്കേണ്ട ഓക്സിലറി വെർബ് ഈസ് ആണ്. ഇറ്റ് ഈസിനെ കൺട്രാക്ട് ചെയ്തതാണ് ഇറ്റ്സ്. ഇറ്റ്സ് റെയിനിങ് ഔട്ട്സൈഡ്. പുറത്ത് മഴ പെയ്യുന്നു. റാം ഈസ് പ്ലേയിങ് എ കമ്പ്യൂട്ടർ ഗെയിം. റാം കമ്പ്യൂട്ടർ ഗെയിം കളിക്കുകയാണ്. ഇവിടെ റാം എന്ന് പറയുന്നതാണ് സബ്ജക്ട്. റാം എന്ന് പറഞ്ഞ ഹി. അതിന്റെ കൂടെ നമ്മൾ വെച്ചിട്ടുള്ള ഓക്സിലറി വെർബ് ഈസ് ആണ്. പ്ലേ എന്ന് പറയുന്ന വെർബിന്റെ കൂടെ ing വെച്ചിട്ടുണ്ട്. റാം ഈസ് പ്ലേയിങ് എ കമ്പ്യൂട്ടർ ഗെയിം. ദ മെഷീൻ ഈസ് മേക്കിംഗ് എ നോയ്സ്. ദ മെഷീൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇറ്റ് ആണ്. അതിന്റെ കൂടെ നമ്മൾ വെച്ചിട്ടുള്ളത് ഈസ് ആണ്. മെഷീൻ ശബ്ദം ഉണ്ടാക്കുന്നു. ഇതും ഇപ്പൊ നടക്കുന്ന ഒരു കാര്യമാണ്. റാം ആൻഡ് മീര ആർ സ്പീക്കിംഗ്. റാമും മീരയും സംസാരിക്കുന്നു. ഇവിടെ രണ്ടു പേരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, റാം ആൻഡ് മീര. അതുകൊണ്ട് നമ്മൾ ഇവിടെ വെക്കേണ്ട ഓക്സിലറി വെർബ് ആണ്. റാം ആൻഡ് മീര ആർ സ്പീക്കിംഗ്. സ്പീക്ക് എന്ന് പറയുന്ന വെർബിന്റെ കൂടെ നമ്മൾ ing വെച്ചിട്ടുണ്ട്. റാം ആൻഡ് മീര ആർ സ്പീക്കിംഗ്. റാമും മീരയും സംസാരിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് ലോങ്ങർ ആക്ഷൻസ് ഇൻ പ്രോഗ്രസ്. പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ലോങ്ങർ ആക്ഷൻസിനെ കുറിച്ചിട്ട്, അതായത് ദൈർഘ്യമേറിയ ആക്ഷൻസിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്താണ്. എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. ഹി ഈസ് റൈറ്റിംഗ് എ ബുക്ക്. അവനൊരു പുസ്തകം എഴുതുന്നു. ഇത് ഇപ്പൊ നടക്കുന്ന ഒരു കാര്യമല്ല പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതുന്നു എന്നല്ല പറയുന്നത്. ഇത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എത്ര സമയം കൊണ്ട് കഴിയുന്ന അറിയില്ല. അങ്ങനെയുള്ള ഒരു കാര്യമാണ്. അതായത് ലോങ്ങർ ആക്ഷൻസിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് അത് നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. ഹി ഈസ് റൈറ്റിംഗ് എ ബുക്ക്. അവനൊരു പുസ്തകം എഴുതുന്നു. ഹി ഈസ് വർക്കിംഗ് ഓൺ എ പ്രൊജക്ട്. അവനൊരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ ഈ പ്രൊജക്ട് കഴിയാൻ ചിലപ്പോൾ ഒരാഴ്ച എടുക്കും, ചിലപ്പോൾ ഒരു മാസമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടായിരിക്കാം ഈ പ്രൊജക്ട് കഴിയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ലോങ്ങർ ആക്ഷൻസിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് അതിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ലോങ്ങർ ആക്ഷൻ ആണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. ഒരു എക്സാമ്പിളും കൂടെ പറയാം. ഐ എം റീഡിംഗ് ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക് ദീസ് ഡേയ്സ്. ഈ ദിവസങ്ങളിൽ ഞാൻ ഒരു രസകരമായ പുസ്തകം വായിക്കുന്നു. ഇവിടെ ഒരു പുസ്തകം വായിക്കുന്ന കാര്യമാണ് പറയുന്നത്, പക്ഷെ അത് എപ്പോൾ വായിച്ച് തീരും എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അപ്പൊ ഇതുപോലത്തെ ലോങ്ങർ ആക്ഷൻസ് പറയുന്ന സമയത്ത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. ടെമ്പററി ആക്ഷൻസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്തും നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയുക. എക്സാമ്പിൾ നോക്കാം. വി ആർ സ്റ്റേയിങ് അറ്റ് എ ഹോട്ടൽ. വി ആർ സ്റ്റേയിങ് അറ്റ് എ ഹോട്ടൽ. ഞങ്ങൾ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. ഇവിടെ ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. കുറച്ച് നാളത്തേക്ക് ഹോട്ടലിൽ താമസിക്കുന്നതായിരിക്കാം. വി ആർ സ്റ്റേയിങ് അറ്റ് എ ഹോട്ടൽ. ഹി ഈസ് സ്റ്റഡിയിങ് ഹിസ്റ്ററി. അവൻ ഹിസ്റ്ററി പഠിക്കുകയാണ്. ഇതും താൽക്കാലികമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്കുള്ള ഒരു കാര്യമാണ്. പഠിച്ചു കഴിഞ്ഞാൽ അത് നിർത്തും. റിപ്പീറ്റഡ് ആക്ഷൻസ്, ആവർത്തിച്ചിട്ടുള്ള പ്രവർത്തികൾ പറയുന്ന സമയത്തും നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ദേ ആർ ഓൾവേസ് മേക്കിംഗ് നോയ്സ്. അവർ എപ്പോഴും ശബ്ദമുണ്ടാക്കുന്നു. ഇവിടെ ഓൾവേസ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഷീ ഈസ് ഓൾവേസ് കംപ്ലൈനിങ്. അവൾ എപ്പോഴും പരാതി പറയുന്നു. ദേ ആർ ഓൾവേസ് ഫൈറ്റിംഗ്. അവർ എപ്പോഴും ഫൈറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അടി കൂടുന്നു. ദാറ്റ് ബേബി ഈസ് ഓൾവേസ് ക്രൈം. ആ കുഞ്ഞ് എപ്പോഴും കരയുന്നു. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. അടുത്ത യൂസ് നോക്കാം. ടോക്ക് അബൌട്ട് നിയർ ഫ്യൂച്ചർ പ്ലാൻസ്. മുൻകൂട്ടി തീരുമാനിച്ച അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയുന്ന സമയത്തും നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. എക്സാമ്പിൾ നോക്കാം. ദേ ആർ ഗോയിങ് ടു ഡൽഹി ടുമോറോ. അവർ നാളെ ഡൽഹിയിലേക്ക് പോവുകയാണ്. ഇവിടെ അടുത്ത് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് പറയുന്നത്. നാളെ നടക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. ദേ ആർ ഗോയിങ് ടു ഡൽഹി ടുമോറോ. അവർ നാളെ ഡൽഹിയിലേക്ക് പോവുകയാണ്. വി ആർ ഗോയിങ് ഓൺ വെക്കേഷൻ ഇൻ ജൂലൈ. വി ആർ ഗോയിങ് ഓൺ വെക്കേഷൻ ഇൻ ജൂലൈ. ജൂലൈയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. റാം ഈസ് വിസിറ്റിംഗ് ഹിസ് ഫ്രണ്ട് ദിസ് വീക്ക്. റാം ഈ ആഴ്ച തന്റെ സുഹൃത്തിനെ സന്ദർശിക്കുന്നു. ഇവിടെ റാം എന്ന് പറയുന്നത് ഹി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈസ് ആണ് ചേർത്തിട്ടുള്ളത്. വിസിറ്റിന്റെ കൂടെ ing വെച്ചിട്ടുണ്ട്.
അപ്പൊ ഇതുപോലെ മുൻകൂട്ടി തീരുമാനിച്ച അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം. ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള കുറച്ച് പോസിറ്റീവ് സെന്റൻസ് പറയാം. ഇതെങ്ങനെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം. ഐ വാക്ക്, ഐ ആം വാക്കിംഗ്. വി പ്ലേ, വി ആർ പ്ലേയിങ്. ദേ ഗോ, ദേ ആർ ഗോയിങ്. ഇനി പറയുന്ന പോസിറ്റീവ് സെന്റൻസിനെ എങ്ങനെ നെഗറ്റീവ് സെന്റൻസ് ആക്കാന്നുള്ളത് നോക്കാം. ഷീ ഈസ് കുക്കിംഗ്, ഷീ ഈസ് നോട്ട് കുക്കിംഗ്, അല്ലെങ്കിൽ ഷീ ഈസ് ഇൻ കുക്കിംഗ്. അവൾ പാചകം ചെയ്യുന്നില്ല. വി ആർ പ്ലേയിങ്, വി ആർ നോട്ട് പ്ലേയിങ്, അല്ലെങ്കിൽ വി ആർ ഇൻ പ്ലേയിങ്. ഞങ്ങൾ കളിക്കുന്നില്ല. ഐ എം വാക്കിംഗ്, ഐ എം നോട്ട് വാക്കിംഗ്. ഇനി പറയുന്ന സെന്റൻസിനെ എങ്ങനെ ചോദ്യമാക്കി മാറ്റാന്നുള്ളത് നോക്കാം. വി ആർ ഗോയിങ്, ആർ വി ഗോയിങ്. ഷീ ഈസ് ഡാൻസിങ്, ഈസ് ഷീ ഡാൻസിങ്. ദേ ആർ വാച്ചിങ് ടി വി, ആർ ദേ വാച്ചിങ് ടി വി. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെന്റൻസ് താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.